നമസ്കാരം, ഞാൻ അജിത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു സ്കൂട്ടർ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്ന അല്ലെങ്കിൽ സമീപഭാവിയിൽ വാങ്ങാൻ സാധ്യതയുള്ള ആളാണെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് മാത്രമേ അത് ഇലക്ട്രിക് ആയിരിക്കണോ പെട്രോൾ ആയിരിക്കണോ എന്ന തീരുമാനം എടുക്കാവൂ. പെട്രോൾ അടിക്കുന്ന പൈസ ലാഭിക്കാം, ചാർജിങ്ങിന് വളരെ കുറച്ച് പൈസയെ കറണ്ടിനാവൂ എന്ന കാര്യമാണ് എല്ലാവരെയും ഇലക്ട്രിക്കിലേക്ക് ആകർഷിക്കുന്നതെങ്കിലും ഇലക്ട്രിക്കിന്റേതായിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ അതിൽ ഫേസ് ചെയ്യേണ്ടി വരും. ഒന്നാമത്, ഇലക്ട്രിക്കിന് പെട്രോൾ വണ്ടിയേക്കാൾ വില വളരെ കൂടുതലാണ്. പിന്നെ 5-8 വർഷം കഴിയുമ്പോൾ അതിന് ബാറ്ററി മാറണം എന്ന വമ്പൻ ചിലവ്. അത് വണ്ടിക്ക് മുടക്കിയ വിലയുടെ പകുതിയോളം വരും എന്നത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. പിന്നെ അതിനിടയിൽ ഇത് വിൽക്കാൻ ശ്രമിച്ചാൽ റീസെയിൽ വാല്യൂ എത്ര ഉണ്ടാവും എന്ന ടെൻഷൻ. ഇതിനെല്ലാം പുറമെയാണ് നമുക്ക് യാത്ര ചെയ്യാൻ ആവശ്യമായ റേഞ്ച് ഒരു ചാർജിൽ കിട്ടുമോ എന്ന ആശങ്ക. ഒരു ഫുൾ ചാർജിൽ ഓടാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ദൂരം ഓടേണ്ടി വന്നാൽ ചാർജിങ് എത്ര സമയം നഷ്ടമാക്കും എന്ന പ്രശ്നം. ഇങ്ങനെ ചിന്തിക്കേണ്ട കാര്യങ്ങൾ ഒത്തിരി. അപ്പോ വില കൂടിയ ഇലക്ട്രിക് വാങ്ങിയിട്ട് പിന്നെ അതിന്റെ പകുതി കാശ് കൂടി ചിലവാക്കി ബാറ്ററി മാറ്റിവെച്ച് വരുമ്പോൾ പെട്രോൾ സ്കൂട്ടറിനേക്കാൾ ചെലവ് വരുമോ ഇലക്ട്രിക്കിന് എന്നതാണ് പ്രധാന വിഷയം. പിന്നെ റേഞ്ച് ആങ്സൈറ്റി എന്ന് വിളിക്കുന്ന നമുക്ക് എത്തേണ്ടടുത്ത് എത്തുന്നവരെ ബാറ്ററി ചാർജ് ലാസ്റ്റ് ചെയ്യുമോ എന്ന വിഷയം. ഇക്കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം, ഒരു ക്ലാരിറ്റി വരുത്താം. വീഡിയോ തുടർന്ന് കാണുക. ഇപ്പൊ തുടക്കത്തിൽ പറഞ്ഞ ഈ കൺഫ്യൂഷൻ എല്ലാം വെച്ചിട്ട് നമ്മൾ ഒരാളോട് ഏത് വാങ്ങണം എന്ന് ചോദിച്ചാൽ ആ ആളിന്റെ പ്രകൃതം അനുസരിച്ചുള്ള ഒരു ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടുക. ആളൊരു യുവാവോ യുവതിയോ ആണ്, ടെക്നോളജി ഇഷ്ടപ്പെടുന്ന ആളാണ് എങ്കിൽ നിസ്സംശയം EV എടുത്താൽ മതി എന്ന് പറയും. പക്ഷെ ഒരു പ്രായമുള്ള ആളാണെങ്കിൽ ഉത്തരം പെട്രോൾ എന്നായിരിക്കും. ഇലക്ട്രിക് വണ്ടികൾ പൊതുവിൽ പെട്രോൾ വണ്ടികളിൽ നമുക്ക് കിട്ടിയിട്ടില്ലാത്ത തരം ഫീച്ചേഴ്സുമായിട്ടാണല്ലോ വരുന്നത്. അതിന്റെ ഡിസ്പ്ലേ ഒരു മൊബൈൽ ഫോൺ സ്ക്രീൻ പോലെ തന്നെ തോന്നിക്കും. അതാണ് ടെക്നോളജി ഇഷ്ടപ്പെടുന്നവർ EV ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം. പിന്നെ ഫ്യൂച്ചർ ടെക്നോളജി എന്ന കാര്യവും. പക്ഷെ പണിയായാൽ ഒരു സാധാരണ സ്കൂട്ടർ പോലെ റോഡ് സൈഡ് വർക്ക്ഷോപ്പിൽ കൊടുത്ത് പെട്ടെന്ന് പണിത് വാങ്ങാൻ കഴിയില്ല എന്ന പോലുള്ള കാര്യങ്ങളാണ് പ്രായമുള്ളവർ പെട്രോൾ സ്കൂട്ടർ റെക്കമെൻഡ് ചെയ്യാൻ പ്രധാന കാരണം. പക്ഷെ അത്തരത്തിലല്ല നമ്മൾ ഇതിനെ വിലയിരുത്തേണ്ടത്. നമ്മുടെ ആവശ്യം, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, നമ്മുടെ ശീലങ്ങൾ, ഇതൊക്കെ വെച്ചാണ് ഇതിലൊരു തീരുമാനം എടുക്കേണ്ടത്. അതവിടെ നിർത്തിക്കൊണ്ട് ഇലക്ട്രിക് ആണോ പെട്രോൾ ആണോ ലോങ് ടൈമിൽ ലാഭകരം എന്ന തർക്കം ആദ്യം പരിഹരിക്കാം. പർച്ചേസ് പ്രൈസ്, റണ്ണിംഗ് കോസ്റ്റ്, സർവീസ് ആൻഡ് മെയിൻ്റനൻസ്, ബാറ്ററി റീപ്ലേസ്മെന്റ്, ഇങ്ങനെ 4 ഭാഗങ്ങളായിട്ട് ചെലവുകളെ ഭാഗിക്കാം. അതിൽ പർച്ചേസ് പ്രൈസിൽ നിന്ന് തുടങ്ങാം. ആക്ടിവ റേഞ്ചിലുള്ള സ്കൂട്ടറുകളാണല്ലോ ബേസിക് സ്കൂട്ടർ കോൺസെപ്റ്റ്. അപ്പോൾ ആക്ടിവ 6G, ജൂപ്പിറ്റർ 110, ആക്സസ് 125 എന്നീ ആ കാറ്റഗറിയിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന 3 ബ്രാൻഡുകൾ എടുക്കുകയാണ്. അതിന്റെ ഓരോന്നിന്റെയും ഒരു ബേസ് മോഡലും ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള ഒരു മോഡലും, അങ്ങനെ 2 വീതം വേരിയന്റുകൾ. വില ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. എല്ലാം ട്രിവാൻഡ്രം ഓൺ റോഡ് പ്രൈസ് ആണ്. ഇതിന്റെ കൂടെ ഒരു 2000-3000 ഒക്കെ കൂടുതലാവും ആക്ച്വൽ ഓൺ റോഡ് പ്രൈസിൽ. അതൊക്കെ ഷോറൂമുകാരുടെ ഒരു തമാശയാണല്ലോ. അപ്പോൾ ഈ 6 വണ്ടികളുടെയും ഒരു ആവറേജ് പ്രൈസ് നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. 6ന്റെയും വിലകൾ തമ്മിൽ കൂട്ടിയിട്ട് 6 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 1,50,72 രൂപ എന്ന് കിട്ടി. റൗണ്ട് ചെയ്ത് 1,50,000. ഇതാണ് ഒരു ആവറേജ് ഫാമിലി സ്കൂട്ടറിന്റെ വിലയായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇനി ഇതിനോട് കമ്പയർ ചെയ്യാൻ കഴിയുന്ന ഇലക്ട്രിക് സ്കൂട്ടറുകൾ, ഹീറോയുടെ മുതൽ ഏതറിന്റെ വരെ ഒരു 12 സ്കൂട്ടറുകൾ ഫിൽട്ടർ ചെയ്തെടുത്തിട്ടുണ്ട്. ബ്രാൻഡഡ് സ്കൂട്ടറുകൾ മാത്രം. എന്നാൽ വില ഓൺ റോഡിൽ 1.4 ലക്ഷത്തിന് താഴെ നിൽക്കണം. ആക്ടിവ പോലുള്ള ഫാമിലി സ്കൂട്ടർ കസ്റ്റമേഴ്സിന് ചേരുന്ന റീസണബിളായ റേഞ്ച്, ഫീച്ചേഴ്സ്, വില, ഇത് 3 വരുന്ന സ്കൂട്ടറുകളാണ് ഈ റേഞ്ച് വരെ ഉള്ളത് എന്നതാണ് ഇതിലെ എന്റെ ലോജിക്ക്. ഹീറോയുടേതാണ് ഏറ്റവും വില കുറഞ്ഞത്. വിത VX2 ഗോയുടെ 2.2 kWh ബാറ്ററി കപ്പാസിറ്റി ഉള്ള 92 കിലോമീറ്റർ മാക്സിമം റേഞ്ച് പറയുന്ന EVക്ക് 97,486 രൂപയാണ് ട്രിവാൻഡ്രം ഓൺ റോഡ് പ്രൈസ്. 10,000 രൂപയ്ക്കടുത്തുള്ള എമൗണ്ട് ഡിസ്കൗണ്ട് ഉള്ളതുകൊണ്ടാണ് ഇത് 1 ലക്ഷത്തിന് താഴെ നിൽക്കുന്നത്. ചേതക്കിന്റെ ഈ ജനുവരി മാസത്തിൽ ലോഞ്ച് ചെയ്ത 2.5 kWh മോഡലിനും 1 ലക്ഷത്തെ താഴെയാണ് ഓൺ റോഡ് പ്രൈസ്. 98,874. 4,300 രൂപയുടെ ഡിസ്കൗണ്ട് ഇപ്പോൾ ഉള്ളതുകൊണ്ടാണ് ഇതും 1 താഴെ നിൽക്കുന്നത്. രണ്ടിനും ആക്ടിവയേക്കാൾ വില കുറവാണ്. പെട്രോൾ സ്കൂട്ടറിനേക്കാൾ EVകൾക്ക് വില കൂടുതലാണ് എന്ന നില ഇപ്പോൾ തന്നെ മാറി. വിത VX2 ഗോയുടെ തന്നെ 3.4 kWh ബാറ്ററി ഉള്ള മോഡൽ, VX2 പ്ലസ് എന്ന മറ്റൊരു മോഡൽ, പിന്നെ V2+. ചേതക്കിന്റെ നേരത്തെ കണ്ട മോഡലിന്റെ കൂടെ 3 kWh ഒരു മോഡലും 3.5 kWh 2 മോഡലുകളും. iQBന്റെ 2.2 kWh മോഡൽ, 3.1 kWh മോഡൽ, 3.5 kWh മോഡൽ. ഏതറിന്റെ റിസ്തയുടെ 2.9 kWh ബാറ്ററി കപ്പാസിറ്റി ഉള്ള മോഡൽ മാത്രമാണ് ഈ ലിസ്റ്റിൽ എടുക്കാൻ കഴിയുന്നത്. അവരുടെ ഏറ്റവും ബേസ് മോഡൽ. മറ്റുള്ളതെല്ലാം വില കൂടുതലാണ്. അപ്പോൾ ഈ 12 സ്കൂട്ടറുകളുടെയും വിലകളുടെ ആവറേജ് 1,22,048. റൗണ്ട് ചെയ്ത് 1,22,000 രൂപ. ഇതാണ് ബേസ് മോഡൽ EVകളുടെ ആവറേജ് വിലയായി നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ആവറേജ് പെട്രോൾ സ്കൂട്ടറിന്റെ വിലയും ആവറേജ് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ വിലയും തമ്മിലുള്ള വ്യത്യാസം 17,000 രൂപയാണ്. 17,000 രൂപ EV വാങ്ങുമ്പോൾ പെട്രോളിനെ അപേക്ഷിച്ച് അധികമായിട്ട് കൊടുക്കുന്നു ആവറേജ്. ഇനി റണ്ണിംഗ് കോസ്റ്റ് അഥവാ ഫ്യൂൽ കോസ്റ്റ്. ഒരു 5 വർഷത്തെ കണക്ക് ആദ്യം നോക്കാം. ഓരോ ദിവസവും ആവറേജ് 30 കിലോമീറ്റർ ഓടുന്ന ഒരു സ്കൂട്ടറിന്റെ കണക്ക് വെച്ച് നോക്കാം. അപ്പോൾ ഒരു മാസം ഏതാണ്ട് 900 കിലോമീറ്റർ. ഒരു വർഷം നോക്കിയാൽ 10,950 കിലോമീറ്റർ.
നമ്മളിവിടെ കമ്പയർ ചെയ്യുന്ന പെട്രോൾ സ്കൂട്ടറുകൾക്ക് കമ്പനി ക്ലെയിംഡ് മൈലേജ് 60, 55, 50 ഒക്കെ ഉണ്ടെങ്കിലും സിറ്റി കണ്ടീഷൻസിൽ ആവറേജ് ലിറ്ററിന് 45 കിലോമീറ്റർ എന്നെടുക്കാം. എങ്കിൽ 30 കിലോമീറ്റർ ഓടാനായിട്ട് 0.67 ലിറ്റർ പെട്രോൾ വേണം. അപ്പോൾ ഒരു വർഷത്തേക്ക് 244.5 ലിറ്റർ. ഇപ്പോൾ പെട്രോൾ പ്രൈസ് ലിറ്ററിന് 107 രൂപയാണ്. ഈ വില അടുത്ത 5 വർഷത്തേക്ക് എത്രയാകും എന്നറിയില്ല. എന്നാലും ഒരു 110 രൂപ ആവറേജ് ഇട്ട് നോക്കിയാൽ 26,900 രൂപയാവും ഒരു വർഷത്തേക്ക്. 5 വർഷത്തേക്ക് 1,34,500 രൂപയുടെ പെട്രോൾ. ഇലക്ട്രിക് സ്കൂട്ടറിന്റെ കാര്യം എടുത്താൽ ചാർജ് ചെയ്താൽ മതിയല്ലോ. 30 കിലോമീറ്റർ ഓടാൻ വേണ്ട ചാർജിന് ഏതാണ്ട് 1 യൂണിറ്റ് ഇലക്ട്രിസിറ്റി വേണം എന്നതാണ് ഒരു ആവറേജ് കണക്ക്. 1 കിലോവാട്ട് അവർ. നമ്മൾ ഓരോരുത്തർക്കും വീട്ടിലെ കറണ്ട് ചാർജിൽ ഓരോ യൂണിറ്റിന്റെയും കോസ്റ്റ് വ്യത്യസ്തമാവും. നമ്മുടെ ഉപയോഗത്തിന്റെ അളവനുസരിച്ച് സ്ലാബ് മാറും എന്നതാണ് കാരണം. എന്തായാലും ആവറേജ് നിലയിൽ യൂണിറ്റിന് 8 രൂപ വെച്ച് കണക്കൂട്ടാം. ഒരു വർഷത്തേക്ക് 365 യൂണിറ്റ്, അതിന് 2,920 രൂപ. 5 വർഷത്തേക്ക് 14,600 രൂപ. വെറും 14,600 രൂപയാണ് 5 വർഷത്തെ കറണ്ട് ചാർജ്. പെട്രോളിന്റെ ചെലവ് 1,34,500 രൂപയായിരുന്നു. അപ്പോൾ റണ്ണിംഗ് കോസ്റ്റിൽ പെട്രോളിൽ അധിക ചെലവ് അഥവാ ഇലക്ട്രിക്കലിലെ ലാഭം 1,19,900 രൂപ. അടുത്തത് സർവീസ് കോസ്റ്റ്. പെട്രോൾ സ്കൂട്ടറിന് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഓയിൽ ചേഞ്ച്, എയർ ഫിൽട്ടർ ക്ലീനിങ് അല്ലെങ്കിൽ ചേഞ്ച്, സ്പാർക്ക് പ്ലഗ് ചെക്കിംഗ് അല്ലെങ്കിൽ ചേഞ്ച്, CVT ട്രാൻസ്മിഷൻ ചെക്ക്, ക്ലീനിങ്, അതിന്റെ മെയിൻ്റനൻസ്, ഇത്തരം കാര്യങ്ങൾ ഇലക്ട്രിക്കിനെ അപേക്ഷിച്ച് കൂടുതലാണ്. EV മോട്ടോറും ബാറ്ററിയും ആയതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ ചെയ്യേണ്ട. പക്ഷെ മോട്ടോറിന്റെയും ബാറ്ററിയുടെയും ഹെൽത്തും അതിനെ രണ്ടിനെയും ബാറ്ററി ചാർജിങ്ങിനെയും മാനേജ് ചെയ്യുന്ന വളരെ പവർഫുൾ ആയ ഇലക്ട്രോണിക് മോട്ടോർ കൺട്രോളറിന്റെയും ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെയും ഹെൽത്തും എല്ലാ സർവീസിലും ചെക്ക് ചെയ്യണം. പിന്നെ 2 വണ്ടികളിലും കോമൺ ആയിട്ടുള്ള സൈക്കിൾ പാർട്സ് എന്ന് പറയുന്ന ടയർ, വീല്, ബ്രേക്ക്, സ്റ്റിയറിംഗ്, ലൈറ്റ്സ്, ഡ്രൈവ് ബെൽറ്റ്, സസ്പെൻഷൻ എന്നിവയുടെ മെയിൻ്റനൻസും പാർട്സ് ചേഞ്ചും ഒക്കെ വേറെ വരും. ആദ്യ വർഷം സർവീസ് കോസ്റ്റ് കുറവായിരിക്കുമെങ്കിലും 10,000 കിലോമീറ്റർ ഒരു വർഷം ഓടുന്ന വണ്ടിയിൽ രണ്ടാമത്തെ വർഷം മുതൽ മെയിൻ്റനൻസ് കോസ്റ്റ് കൂടും. പെട്രോൾ സ്കൂട്ടറിന് ശരാശരി ഒരു സർവീസിന് 2,000 രൂപ വീതം ഇട്ടാൽ 2 സർവീസ് ഒരു വർഷം വരും. 4,000 രൂപ ഒരു വർഷത്തേക്ക്. 5 വർഷത്തേക്ക് 20,000. EVക്ക് ഈ കിലോമീറ്ററിൽ വർഷം 1,500 ഒതുങ്ങും. 5 വർഷത്തേക്ക് 7,500 രൂപ. ടയറുകളുടെ വില ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ മെയിൻ്റനൻസിന്റെ കാര്യത്തിൽ പെട്രോൾ സ്കൂട്ടറിന്റെ അധിക ചെലവ് 12,500 രൂപ. അടുത്തത് EV വാങ്ങുമ്പോഴത്തെ ഏറ്റവും വലിയ പേടി സ്വപ്നം, ബാറ്ററി. എല്ലാ കമ്പനികളും ഏറ്റവും കുറഞ്ഞത് 3 വർഷം അല്ലെങ്കിൽ 30,000 കിലോമീറ്റർ ബാറ്ററി വാറന്റി നൽകുന്നുണ്ട്. ഏതറിലത് പൈസ കൊടുത്ത് 8 വർഷം അല്ലെങ്കിൽ 80,000 കിലോമീറ്റർ വരെ ആക്കാം. മറ്റു കമ്പനികൾക്ക് 5 വർഷം അല്ലെങ്കിൽ 50,000, 60,000 കിലോമീറ്റർ വരെ ആക്കാം. അപ്പോൾ എന്തായാലും 5 വർഷം മുതൽ 8 വർഷം വരെ നോർമലി ബാറ്ററി പ്രശ്നമില്ലാതെ പോകുമെന്ന് കമ്പനികൾക്ക് കോൺഫിഡൻസ് ഉണ്ട്. അതായത് 5 വർഷത്തിനുള്ളിൽ EV സ്കൂട്ടറിന്റെ ബാറ്ററി മാറ്റേണ്ടി വരില്ല എന്ന് ഉറപ്പിക്കാം. മാറ്റേണ്ടി വന്നാൽ വാറണ്ടിയിൽ അത് കവറാവും. അപ്പോൾ ആ ചെലവില്ല. 5 വർഷത്തേക്കുള്ള ചെലവ് കണക്കാക്കുമ്പോൾ അത് കഴിഞ്ഞ് സ്കൂട്ടർ വിൽക്കുന്നു എന്നല്ലേ അർത്ഥം. അപ്പോൾ ആ സമയത്ത് റീസെയിൽ വാല്യൂ പരിഗണിക്കണ്ടേ. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വച്ചിരിക്കുന്ന ആക്ടിവ, ജൂപ്പിറ്റർ ടൈപ്പ് സ്കൂട്ടറുകൾ അതിന്റെ പർച്ചേസ് വിലയുടെ 40% മുതൽ 50% വരെ വിലയ്ക്ക് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ പോകും. അപ്പോൾ നമ്മൾ പെട്രോൾ സ്കൂട്ടറിന് ഇട്ടിരിക്കുന്ന ആവറേജ് പ്രൈസായ 1,50,000 ഏറ്റവും ചുരുങ്ങിയ 40%, 42,000 രൂപ അതിന് കിട്ടുമെന്ന് കരുതുക. പക്ഷേ ഇലക്ട്രിക്കിന്റെ കാര്യം അത്ര ശോഭനമല്ല. ഇപ്പോൾ റീസെയിൽ വാല്യൂ വളരെ കുറവാണ്. അത് പിന്നീട് മാറാതിരിക്കില്ല. പക്ഷേ 5 വർഷമായ 55,000 കിലോമീറ്റർ ആയ EVയുടെ ബാറ്ററി എപ്പോൾ വേണമെങ്കിലും മാറേണ്ടി വരാം എന്ന പേടി വാങ്ങാൻ വരുന്നവർക്കുണ്ടാവും. പുതിയ വണ്ടിയുടെ വിലയുടെ പകുതിയോളം ബാറ്ററിയുടെ വിലയാണ് എന്നോർക്കണം. അപ്പോൾ പർച്ചേസ് പ്രൈസിന്റെ ഒരു 25% ഒക്കെ മാത്രം പ്രതീക്ഷിച്ചാൽ മതി. അതായത് 1/22 25% 30,500 രൂപ. ഇവിടെ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ അധിക ബാധ്യത 11,500 രൂപ. അപ്പോൾ പുതിയ വണ്ടി വാങ്ങിയപ്പോഴും 5 വർഷം ആയപ്പോൾ അതിനെ വിറ്റപ്പോഴും ബാധ്യത ഉണ്ടാക്കിയെങ്കിലും റണ്ണിംഗ് കോസ്റ്റിലും സർവീസ് ആൻഡ് മെയിൻ്റനൻസിലും പെട്രോൾ സ്കൂട്ടറിന്റെ മേൽ ലാഭം ഉണ്ടാക്കിയതുകൊണ്ട് അവസാനം 1,00,000 രൂപയുടെ ലാഭം EVക്കുണ്ടായി. എന്ന് പറയുമ്പോൾ ഏതാണ്ടൊരു പുതിയ സ്കൂട്ടർ എടുക്കാനുള്ള ലാഭം ഉണ്ടായി. പക്ഷേ 5 വർഷം എന്നത് പെട്ടെന്നങ്ങ് പോകും. നമ്മൾ ആ സ്കൂട്ടർ 5 വർഷം കഴിഞ്ഞ് കൊടുക്കുന്നില്ല, അതിനെ 10 വർഷം വരെ കീപ്പ് ചെയ്യാനാണ് പോകുന്നതെങ്കിലോ EVക്ക് ബാറ്ററി മാറേണ്ടി വരും. അപ്പോൾ ഈ കണക്കൊക്കെ കീഴ്മേൽ മറിയുമോ? നോക്കാം. ബാറ്ററി പഴയതാവും തോറും ഫുൾ ചാർജിൽ പോകാവുന്ന റേഞ്ച് കുറേശ്ശെ കുറയും. ഒടുവിൽ 6 വർഷത്തിനും 8 വർഷത്തിനും ഇടയിൽ അത് മാറ്റി പുതിയ വയ്ക്കേണ്ടി വരും എന്നതാണ് അടുത്ത 5 വർഷം കൂടി EV സ്കൂട്ടർ കയ്യിൽ വയ്ക്കുമ്പോൾ നമ്മൾ നേരിടാൻ പോകുന്നത്. പുതിയ സ്കൂട്ടറിന്റെ വിലയുടെ പകുതിയോളം ബാറ്ററിയുടെ വിലയാണ് എന്നാണ് പൊതുവിൽ പറയുക. iQube 3.5 കിലോവാട്ട് അവർ സ്കൂട്ടറിൽ 1.25 കിലോവാട്ട് അവറിന്റെ 2 ബാറ്ററിയാണുള്ളത്. അതിലൊന്ന് ചേഞ്ച് ചെയ്യുന്ന ഈ ഷോർട്ട് വീഡിയോയിൽ ആ ഒരു ബാറ്ററിയുടെ വില 32,288 എന്ന് കാണാം. അപ്പോൾ രണ്ടിനും കൂടി 64,575 പ്ലസ് ലേബർ 65,000 എന്ന് കൂട്ടാം. iQube ബസിന്റെ ഓൺ റോഡ് പ്രൈസ് 1,50,000 രൂപയാണ്. എന്നാൽ സെയിം ബാറ്ററി ഉപയോഗിക്കുന്ന കുറഞ്ഞ വേരിയന്റിന് 1,37,500. കുറഞ്ഞ വേരിയന്റിന്റെ വിലയുടെ ഏതാണ്ട് പകുതി തന്നെയാണ് ബാറ്ററിയുടെ വില. അപ്പോൾ നമ്മൾ കണക്കാക്കിയിരിക്കുന്ന EV സ്കൂട്ടറുകളുടെ ആവറേജ് വിലയായ 1/22 പകുതി എന്ന നിലയിൽ 60,000 രൂപ ആവറേജ് ബാറ്ററി റീപ്ലേസ്മെന്റ് ചെലവായി കണക്കാക്കാം.
ഇതേസമയം പെട്രോൾ സ്കൂട്ടറിനും ഒരു വലിയ ചെലവ് വരും. നോർമലി സ്കൂട്ടർ എഞ്ചിനുകൾ 70,000-നും 1,00,000 കിലോമീറ്ററിന് ഇടയിൽ എഞ്ചിൻ പണി ചെയ്യേണ്ടി വരും. ഡെയിലി ആവറേജ് 30 കിലോമീറ്റർ ഓടുന്ന സ്കൂട്ടർ 10 വർഷം കൊണ്ട് 1,00,000 കിലോമീറ്ററിന് മുകളിൽ ഓടും. അപ്പോൾ എഞ്ചിൻ പണി എന്തായാലും ചെയ്യേണ്ടി വരും. അത് പിസ്റ്റൺ കിറ്റിൽ ഒതുങ്ങിയാൽ ഒരു 10,000 രൂപയിൽ നിൽക്കും. അപ്പോൾ വലിയ മെയിൻ്റനൻസിൽ EVക്ക് അധിക ചെലവ് 50,000 രൂപ. പീരിയോഡിക് മെയിൻ്റനൻസ് കോസ്റ്റ് വണ്ടി പഴയതാവും തോറും കുറച്ച് കൂടുമെങ്കിലും രണ്ടിനും കൂടും എന്നതിനാൽ നേരത്തെ പറഞ്ഞ ലെവൽ തന്നെ കൂട്ടാം. 10 വർഷത്തേക്ക് ആയതുകൊണ്ട് അതിന്റെ ഇരട്ടി. പെട്രോളിന് 40,000-വും EVക്ക് 15,000-വും. അപ്പോൾ പെട്രോളിന് അധിക ചെലവ് 25,000 രൂപ. റണ്ണിംഗ് കോസ്റ്റിലേക്ക് വരുമ്പോൾ പെട്രോളിന്റെ വില കൂടും എന്നുറപ്പാണ്. പക്ഷേ അതിനൊപ്പം ഇലക്ട്രിസിറ്റി ചാർജും കൂടും. നമുക്കിവിടെ എക്സ്പെൻസിലുള്ള ഡിഫറൻസ് അറിയാനല്ലേ, അതുകൊണ്ട് അത് രണ്ടും നേരത്തെ പറഞ്ഞ ലെവൽ തന്നെ എടുക്കാം. അപ്പോൾ 5 വർഷത്തേക്ക് കണക്കാക്കിയതിന്റെ ഇരട്ടി 2,69,000 രൂപയോളം പെട്രോളും 29,200 രൂപയുടെ ഇലക്ട്രിസിറ്റിയും. പെട്രോൾ സ്കൂട്ടറിൽ അധിക ചെലവ് 2,39,800 രൂപ. 10 വർഷത്തെ കണക്കിലെത്തുമ്പോൾ വീണ്ടും റീസെയിലിന്റെ ചോദ്യം ഉയർന്നു വരും. 1,00,000 കിലോമീറ്ററിൽ കൂടുതൽ ഓടിയ സ്കൂട്ടറുകൾ. എഞ്ചിൻ പണി ഭാഗമായി ചെയ്തെങ്കിലും എഞ്ചിന്റെ ബാക്കി ഭാഗങ്ങൾ വയസ്സായി. ചാസിയും ബോഡിയും വീൽസും ബ്രേക്കുകളും എല്ലാം പഴകിയതിന്റെ ലക്ഷണങ്ങൾ പ്രത്യക്ഷത്തിൽ കാണിക്കുന്ന പെട്രോൾ സ്കൂട്ടർ ഒരു 10,000-15,000 രൂപയ്ക്ക് വിറ്റുപോയേക്കാം. പക്ഷേ ഇതേ ബോഡി, ചാസി, സൈക്കിൾ പാർട്സ് അവസ്ഥയിലുള്ള EV സ്കൂട്ടർ ബാറ്ററി മാറിയിട്ട് 2-4 വർഷം ആയിട്ടുള്ളൂ എങ്കിലും മോട്ടോർ, ഇലക്ട്രോണിക്സ്, ഡിസ്പ്ലേ എന്നിവ പ്രവർത്തനം നിർത്തുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവാം. ഈ അവസ്ഥയിൽ ചിലപ്പോൾ കൈ തന്നെ വയ്ക്കുന്നതാവും വിൽക്കുന്നതിനേക്കാൾ ലാഭം എന്ന് തോന്നുന്നു. ഓടി നിൽക്കുമ്പോൾ ആക്രിക്ക് കൊടുക്കാം. അപ്പോൾ ഇവിടെ EV വിൽക്കാൻ കഴിയുന്നില്ല. പെട്രോൾ സ്കൂട്ടർ വിറ്റ് 15,000 രൂപ കിട്ടുന്നു. അപ്പോൾ 10 വർഷത്തെ ഓണർഷിപ്പ് കോസ്റ്റ് ഇങ്ങനെയാണ്. പർച്ചേസ് പ്രൈസിൽ പെട്രോൾ സ്കൂട്ടറിന് 17,000 രൂപ ലാഭിക്കുന്നു. ശേഷം ബാറ്ററി റീപ്ലേസ്മെന്റും എഞ്ചിൻ പണിയും പോലുള്ള ക്രിട്ടിക്കൽ പണിയിൽ പെട്രോൾ സ്കൂട്ടറിൽ വീണ്ടും 50,000 രൂപയുടെ ലാഭം ഉണ്ടാവുന്നു. ഒടുവിൽ വണ്ടി 15,000 രൂപയ്ക്ക് വിൽക്കാനും കഴിയുന്നു. ആകെ 82,000 രൂപയുടെ ലാഭം ഉണ്ടാവുമ്പോൾ EVക്ക് റണ്ണിംഗ് കോസ്റ്റിൽ വന്ന ലാഭം മാത്രം 2,40,000 രൂപയ്ക്ക് അടുത്താണ്. ഒപ്പം സർവീസ് കോസ്റ്റിൽ മറ്റൊരു 25,000 രൂപ കൂടി. അങ്ങനെ ആകെ 2,65,000. അപ്പോൾ 1.83 ലക്ഷം രൂപയുടെ വമ്പൻ ലാഭമാണ് EVക്ക് പെട്രോൾ സ്കൂട്ടറുമായി കമ്പയർ ചെയ്യുമ്പോൾ 10 വർഷത്തിൽ കിട്ടുന്നത്. ഒടുവിൽ ആ വണ്ടി വിറ്റ് പോയില്ലെങ്കിലും. ലാഭത്തിന്റെ കാര്യത്തിൽ EV അല്ലാതെ പെട്രോൾ സ്കൂട്ടറിനെ പറ്റി ചിന്തിക്കുന്നത് പോലും മണ്ടത്തരമാണ് എന്നാണ് നമ്മളിവിടെ കണ്ടത്. ഈ 30 കിലോമീറ്ററിന്റെ സ്ഥാനത്ത് 60 കിലോമീറ്റർ പെർ ഡേ എന്ന കണക്കിൽ കാൽക്കുലേറ്റ് ചെയ്താൽ വെറും 5 വർഷം കൊണ്ട് ഈ കണ്ട എമൗണ്ട് ചിലപ്പോൾ അതിൽ കൂടുതൽ ലാഭമാവും. പക്ഷേ 60 കിലോമീറ്റർ പെർ ഡേ എന്ന് കണക്കാക്കുമ്പോൾ നമ്മളിപ്പോൾ കമ്പയർ ചെയ്തതിൽ 2.2, 2.5 കിലോവാട്ട് അവർ സ്കൂട്ടറുകളും ചിലപ്പോൾ 3 കിലോവാട്ട് അവറിന്റെ സ്കൂട്ടറും ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരും. റേഞ്ച് കൂടിയ 3.5 കിലോവാട്ട് അവർ സ്കൂട്ടറുകൾ മാത്രം കമ്പയർ ചെയ്യേണ്ടി വരും, റേഞ്ച് ആവശ്യമില്ലാത്തതിനാൽ. എന്നാൽ പോലും ഏതാണ്ട് ഈ എമൗണ്ട് ലാഭം വരും. അതായത് 5 വർഷം കൊണ്ട് ഒരു പുതിയ വില കൂടിയ ഇലക്ട്രിക് സ്കൂട്ടർ ഫ്രീ ആയിട്ട് കയ്യിലേക്ക് വരും എന്ന് പറയാം. പക്ഷെ ഇത്തരത്തിൽ ഓട്ടമില്ലാത്ത ഒരാൾ, മാസം 900-1000 കിലോമീറ്റർ ഒന്നും ഓടാത്ത ഒരാൾ EV എടുത്താൽ ഇതുപോലെ ലാഭം ഉണ്ടാവുമോ അതോ നഷ്ടം വരുമോ എന്നത് പ്രസക്തമായ ഒരു ചോദ്യമാണ്. വർഷം ഒരു 2,000 കിലോമീറ്റർ താഴെ മാത്രം ഓട്ടമുള്ള വീട്ടിലെ ചില്ലറ ഓട്ടത്തിനുള്ള വണ്ടിയുടെ സ്ഥിതി നോക്കാം. അതായത് ആവറേജ് ഡെയിലി ഒരു 5 കിലോമീറ്റർ ഓട്ടം, മാസം 150 കിലോമീറ്റർ. പർച്ചേസ് പ്രൈസിൽ നേരത്തെ പോലെ EVക്ക് അധികം കൊടുക്കുന്നത് 17,000. റണ്ണിംഗ് കോസ്റ്റ് 5 കിലോമീറ്റർ പെർ ഡേ എന്ന് പറയുമ്പോൾ വർഷം 1,825 കിലോമീറ്റർ, 10 വർഷത്തേക്ക് 11,250 കിലോമീറ്റർ. 45 മൈലേജ് കിട്ടുന്ന വണ്ടിക്ക് 405 ലിറ്റർ പെട്രോൾ വേണം. അതിന് 110 നിരക്കിൽ 44,550 രൂപ. ഇലക്ട്രിക് സ്കൂട്ടറിന് 18,250 കിലോമീറ്റർ ഓടാൻ 30 കിലോമീറ്ററിന് 1 യൂണിറ്റ് എന്ന നിരക്കിൽ 608 യൂണിറ്റ് വൈദ്യുതി. അതിന് 8 രൂപ വെച്ച് 4,864 രൂപ. പെട്രോൾ സ്കൂട്ടറിൽ അധിക ചെലവ് 39,686 രൂപ, 39,700 എന്ന് റൗണ്ട് ചെയ്യാം. ഓട്ടം കുറവായതുകൊണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം സർവീസ് ചെയ്താൽ മതിയാവും 2 വണ്ടികളും. പെട്രോളിന് വർഷം 2,000 രൂപ വെച്ച് ആവറേജ് കോസ്റ്റ് കണക്കാക്കാം. 10 വർഷത്തേക്ക് 20,000. EVക്ക് 750 വീതം 7,500 രൂപയും. പെട്രോളിൽ അധിക ചെലവ് 12,500 രൂപ. 10 വർഷത്തെ കാലപ്പഴക്കം ഉണ്ടെങ്കിലും വെറും 18,250 കിലോമീറ്റർ മാത്രം ഓടിയ സ്കൂട്ടർ എഞ്ചിൻ പണിയൊന്നും വരില്ല. പക്ഷെ അതേ കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ എങ്കിലും കാലപ്പഴക്കം EVയുടെ ബാറ്ററിയെ ബാധിക്കും. എന്തായാലും 10 വർഷത്തിനുള്ളിൽ ബാറ്ററി മാറേണ്ടി വരും. യൂസ് ചെയ്താലില്ലെങ്കിലും കാലം ബാറ്ററി നശിപ്പിക്കും. അതിനുള്ളിലെ കെമിക്കൽസിനെ ഡീഗ്രേഡ് ചെയ്യും. അപ്പോൾ 7-8 വർഷം കഴിയുമ്പോൾ ബാറ്ററി മാറേണ്ടി വരാം. അങ്ങനെയെങ്കിൽ ഒരു 50,000-60,000 രൂപയോളം അതിന് ചെലവ് വരും. ഇക്കാര്യം അധികം ഓടാത്ത EVയെ പെട്രോളിനേക്കാൾ എക്സ്പെൻസീവ് ആക്കും. 10 വർഷം കഴിഞ്ഞ് കൊടുക്കുമ്പോൾ EVയുടെ റീസെയിൽ നേരത്തെ പറഞ്ഞ പോലെ പരിതാപകരം തന്നെ ആയിരിക്കാനാണ് സാധ്യത. പക്ഷെ അധികം ഓടാത്തത് കൊണ്ട് മോട്ടോറും ഇലക്ട്രോണിക്സും ഒക്കെ വലിയ കേടുകൂടാതിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അതിനാൽ ബാറ്ററി മാറിയ EVക്ക് നമ്മൾ നേരത്തെ 5 വർഷം പഴക്കമായ EVക്ക് പ്രതീക്ഷിച്ച പ്രൈസ് 30,000-31,000 രൂപ എന്ന് പ്രതീക്ഷിക്കാം. അധികം ഓടാത്ത നല്ല കണ്ടീഷനിലുള്ള ആക്ടിവ ആ റേഞ്ചിലുള്ള പെട്രോൾ സ്കൂട്ടറുകൾക്ക് 35,000 രൂപ കിട്ടും എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ കണക്കുകൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ പർച്ചേസ് പ്രൈസിലും ബാറ്ററി റീപ്ലേസ്മെന്റ് കോസ്റ്റിലും റീസെയിലും ഉണ്ടാവുന്ന EVയുടെ അധിക ചെലവുകൾ 82,000 രൂപയിലെത്തുമ്പോൾ റണ്ണിംഗ് കോസ്റ്റിലും സർവീസ് കോസ്റ്റിലും പെട്രോൾ സ്കൂട്ടറിന് അധിക ചെലവ് വരുന്നുണ്ടെങ്കിലും അത് 52,000 രൂപയിൽ ഒതുങ്ങുന്നു. അതിനാൽ ഇവിടെ 30,000 രൂപയുടെ അധിക ചെലവാണ് ഇലക്ട്രിക്കിന് പെട്രോൾ സ്കൂട്ടറിനേക്കാൾ കൂടുതലായി ഉണ്ടാവുന്നത്. ലാഭം ഇല്ല എന്ന് മാത്രമല്ല, അധിക ചെലവാകുന്നു.
പക്ഷേ ഇത് 10 കിലോമീറ്റർ പെർ ഡേ അഥവാ 300 കിലോമീറ്റർ ഒരു മാസത്തിൽ ഓടുന്ന വണ്ടിക്ക് ചിലവ് ഏതാണ്ട് സെയിം ആകും. പിന്നെ അതിൽ കൂടുതൽ കിലോമീറ്റർ ഓടുമ്പോൾ ഇലക്ട്രിക് ലാഭത്തിലേക്ക് കയറുകയും ചെയ്യും. അപ്പോൾ എത്ര കിലോമീറ്റർ ആവറേജ് ഓട്ടം ഉണ്ടെങ്കിലാണ് ഇലക്ട്രിക് ലാഭം എന്നും ആ കിലോമീറ്റർ കൂടുമ്പോൾ EV തരുന്ന ഭീമമായ ലാഭത്തിന്റെ കണക്കും ഒക്കെ കണ്ടു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ആ കിലോമീറ്ററിന് ഒരു ലിമിറ്റ് ഉണ്ട്. സാധാരണ ഒരു സ്കൂട്ടർ ഓടാൻ സാധ്യതയുള്ള ദൂരം ഈ 60-70 ഒക്കെ തന്നെയാണ്. പക്ഷെ അതിന് മുകളിലേക്ക് ഓടണമെങ്കിലോ റേഞ്ച് ആങ്സൈറ്റി എന്ന വിഷയം വരും. 2.2 kWh ബാറ്ററി പാക്ക് ഉള്ള ബേസ് വേരിയന്റ് സ്കൂട്ടറുകളിലെ 92ഉം 94 കിലോമീറ്റർ റേഞ്ച് കണ്ട് വിശ്വസിച്ച് കളയരുത്. IDC ഇന്ത്യൻ ഡ്രൈവിംഗ് സൈക്കിൾ എന്ന പേരിട്ട് നോർമൽ റോഡിൽ നമ്മൾ എങ്ങനെ ഓടിച്ചാലും കിട്ടാത്ത റേഞ്ചാണ് ആ പറയുന്നത്. അതിനുശേഷം റിയൽ വേൾഡ് റേഞ്ച് എന്നും ട്രൂ റേഞ്ച് എന്നൊക്കെ കമ്പനി മറ്റൊരു റേഞ്ച് തന്നിട്ടുണ്ടാവും. iQube 2.2ന് IDC 94 കിലോമീറ്റർ ആണെങ്കിലും റിയൽ വേൾഡ് റേഞ്ച് 75 ആണെന്ന് കമ്പനി തന്നെ പറയുന്നുണ്ട്. അതാണ് ഒരു മുട്ട റോഡിൽ ഉരുട്ടുന്ന കെയറോട് കൂടി ഓടിച്ചാൽ കിട്ടുന്ന മാക്സിമം റേഞ്ച്. അതും ഇക്കോ എന്ന് വിളിക്കുന്ന പവർ വളരെ കുറഞ്ഞ 45-50 കിലോമീറ്റർ ടോപ്പ് സ്പീഡുള്ള വളരെ പതിയെ മാത്രം ആ സ്പീഡിലേക്ക് എത്തുന്ന മോഡിൽ ഓടിച്ചാൽ മാത്രം കിട്ടുന്നത്. അങ്ങനെ ഓടിക്കാൻ പലർക്കും ഇഷ്ടമായിരിക്കും. പക്ഷെ കൂടുതൽ പേരുടെയും റൈഡിംഗ് സ്റ്റൈലിന് അതൊരു മെനക്കേടായി തോന്നും. അപ്പൊ നോർമൽ രീതിയിൽ സ്കൂട്ടർ ഓടിക്കുന്ന ഒരാളിന് കിട്ടാവുന്ന മൈലേജ് ആ സ്കൂട്ടറിലെ നോർമൽ റൈഡ് മോഡിൽ കിട്ടുന്നതാണ്. iQube അത് പവർ മോഡ് എന്നാണ്. 2.2 kWh മോഡല് പവർ മോഡിൽ മാക്സിമം 40 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെ ഒരു 100% ചാർജിൽ ഓടുകയുള്ളൂ. അടുത്ത ഫുൾ ചാർജിന് 5 മണിക്കൂറിലേറെ വേണം. 80% ചാർജ് ചെയ്യാൻ 2.25 മണിക്കൂർ മിനിമം വേണം. അതായത് അടുത്ത 30-40 കിലോമീറ്റർ ഓടാൻ വീണ്ടും 2.25 മണിക്കൂറിന് മേൽ കാത്തു നിൽക്കണം. ഈ ചാർജിംഗ് ടൈമുകളെല്ലാം 25 ഡിഗ്രി ചൂടിൽ ബാറ്ററി നിൽക്കുമ്പോഴുള്ളതാണ്. ചുറ്റുമുള്ള ടെമ്പറേച്ചർ അല്ല, ബാറ്ററിയുടെ ടെമ്പറേച്ചറാണ്. അതെപ്പോഴും ചുറ്റുമുള്ള ചൂടിനേക്കാൾ കൂടുതലായിരിക്കും. ചാർജ് ചെയ്യുമ്പോൾ ബാറ്ററി വീണ്ടും കൂടുതൽ ചൂടാവുകയും ചെയ്യും. അത് തണുപ്പിക്കാനായിട്ട് ബാറ്ററിക്കും ഇലക്ട്രോണിക്സിനും ഒക്കെ കൂളിംഗ് ഫാൻ വെച്ചിട്ടുണ്ട്. പക്ഷെ പുറത്ത് ചൂട് കൂടുതലായാൽ പിന്നെ അതിൽ കൂടുതൽ തണുക്കില്ലല്ലോ. അപ്പോൾ ബാറ്ററിയുടെ ചൂട് കൺട്രോൾ ചെയ്യാൻ ചാർജിങ് സ്ലോ ആക്കും. അപ്പോൾ നമ്മുടെ കാലാവസ്ഥയിൽ വെളുപ്പാങ്കാലത്ത് മാത്രമേ ഇവർ പറയുന്ന സമയത്ത് ബാറ്ററി ചാർജ് ചെയ്യപ്പെടും. അല്ലാത്ത സമയത്ത് ടൈം ഒത്തിരി കൂടുതലെടുക്കും. ഇനി റേഞ്ച് കൂടിയ 3.1 kWh വേരിയന്റിന്റെ റിയൽ റേഞ്ച് 100 ആണെന്ന് കമ്പനി പറയുന്നു. 90 മുതൽ 100 കിലോമീറ്റർ വരെ കിട്ടാം ഇക്കോ മോഡില് മാക്സിമം. നോർമൽ മോഡില് അത് 50 മുതൽ 60 വരെ കിട്ടാം എന്ന് യൂസേഴ്സ് പറയുന്നു. ചാർജിംഗ് ടൈം കണ്ടല്ലോ. അവരുടെ ഏറ്റവും റേഞ്ച് കൂടിയ മോഡല് 5.3 ST 1,82,000 രൂപയാണ് ട്രിവാൻഡ്രം ഓൺ റോഡ് പ്രൈസ് എന്ന് സൈറ്റിൽ കാണുന്നു. ഷോറൂംകാരുടെ കണക്കിലത് 190 അടുത്തെന്തോ ആണ്. 212 കിലോമീറ്റർ ആണ് ഒരു ഫുൾ ചാർജിലെ IDC. നോർമൽ മോഡില് ഫുൾ ചാർജിൽ 100 മുതൽ 110 കിലോമീറ്റർ വരെ പോകാമെന്ന് യൂസേഴ്സ് പറയുന്നു. 6.5 മണിക്കൂർ വേണം അടുത്ത ഫുൾ ചാർജിനെന്ന് കമ്പനി പറയുന്നുണ്ട്. നമ്മുടെ കണ്ടീഷനിൽ അത് 8 മണിക്കൂർ വരെ ആവാം. 80% ചാർജ് 4.25 മണിക്കൂർ ഉണ്ടാവുമെന്ന് പറയുമ്പോൾ 5 മണിക്കൂറെങ്കിലും കൂട്ടണം. അതായത് 100 കിലോമീറ്റർ ഓടിയിട്ട് വീണ്ടും 5 മണിക്കൂർ ചാർജ് ചെയ്താലേ അടുത്തൊരു 80 കിലോമീറ്റർ കൂടി ഓടാൻ കഴിയും. 2 ലക്ഷം രൂപയ്ക്ക് അടുത്ത് കൊടുത്ത വണ്ടിയാണ്. ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും DC ഫാസ്റ്റ് ചാർജറുകളിൽ എത്ര സമയം കൊണ്ട് എത്ര ചാർജ് കിട്ടും എന്ന് എങ്ങും പറയുന്നില്ല. ഷോറൂമിൽ ചോദിച്ചപ്പോൾ അവർക്കും അറിയില്ല. ഫാസ്റ്റ് ചാർജിംഗ് ടൈം പറഞ്ഞിട്ടുള്ള ബ്രാൻഡുകളുടേത് നോക്കിയാൽ ഏതറിന്റെ EVകളിൽ 3.7 kWh ബാറ്ററിയുള്ള വണ്ടികൾ 10 മിനിറ്റ് ചാർജിംഗിൽ 30 കിലോമീറ്റർ ഓടാനുള്ള ചാർജ് കിട്ടും എന്ന് പറയുന്നുണ്ട്. മറ്റുള്ളത് 10 മിനിറ്റിൽ 15 കിലോമീറ്റർ ആണ്. ആ 30ഉം 15ഉം ഒക്കെ ഇക്കോ മോഡിലേതാണ്. അപ്പോൾ 30 പറയുന്നത് ഒരു 20 കിലോമീറ്റർ ഓടും നോർമൽ മോഡിൽ. ഇനി 10 മിനിറ്റ് കൊണ്ട് 30 കിലോമീറ്റർ റേഞ്ച് എന്നാൽ 20 മിനിറ്റിൽ 60 കിലോമീറ്റർ, 30 മിനിറ്റിൽ 90 കിലോമീറ്റർ റേഞ്ച് എന്നൊന്നും കണക്ക് കൂട്ടരുത്. ഫാസ്റ്റ് ചാർജിംഗ് ടെമ്പറേച്ചറിനും ബാറ്ററി ചാർജ് കൂടുന്നതിനനുസരിച്ചും സ്ലോ ആകും. 50% ശേഷം നല്ല സ്ലോ ആകും. അത് ബാറ്ററിയുടെ ഹെൽത്ത് സംരക്ഷിക്കാനാണ്. എന്നാലും 80% 1.5 മണിക്കൂർ കൊണ്ട് ആവും എന്ന് പ്രതീക്ഷിക്കാം. കൃത്യമായിട്ടൊരു ടൈം എങ്ങൊന്നും കിട്ടിയിട്ടില്ല. നേരിട്ട് എക്സ്പീരിയൻസ് ഉള്ളവർ കമന്റിൽ പറയുക. ഹീറോയുടെ സ്കൂട്ടറുകളും ഇതുപോലെ 0 to 80% ചാർജ് 1 മണിക്കൂറിലെന്നാണ് പറയുന്നത്. അതും റിയൽ സിറ്റുവേഷനിൽ 1.5 മണിക്കൂർ ഒന്ന് കൂട്ടാം. ഏതർ റിസ്തയുടെ 3.7 kWh വേരിയന്റിന്റെ നോർമൽ മോഡിലെ റിയൽ റേഞ്ച് 70 മുതൽ 80 കിലോമീറ്റർ വരെയാണ്. അത്രയും ഓടിയിട്ട് അതിന്റെ 80% ആയ 55 മുതൽ 65 കിലോമീറ്റർ വരെ ഓടാൻ വീണ്ടും 1.5 മണിക്കൂർ ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനിൽ കാത്തിരിക്കണം. അവിടെ എവിടെ ഇരിക്കും, എന്ത് ചെയ്യും എന്നൊന്നും ചോദിക്കരുത്. നോർമൽ ചാർജർ ആണെങ്കിൽ 5 മണിക്കൂർ. സ്കൂട്ടർ വാങ്ങുന്നത് പൊതുവിൽ സിറ്റിക്കുള്ളിൽ ഓടാൻ തന്നെയാണ്. പക്ഷെ പെട്ടെന്ന് ഒരു ആവശ്യത്തിന് നമ്മുടെ തൊട്ടടുത്ത സിറ്റിയിലേക്ക് ഒന്ന് പോവേണ്ടി വന്നാൽ എന്ത് ചെയ്യും? ഇപ്പോൾ ട്രിവാൻഡ്രം കൊല്ലം ഏതാണ്ട് 65-70 കിലോമീറ്റർ ഉണ്ട്. കൊല്ലം ആലപ്പുഴ ഏതാണ്ട് 85 കിലോമീറ്റർ. എറണാകുളം ആലപ്പുഴ 65 കിലോമീറ്റർ. ഇത്തരത്തിൽ നമ്മുടെ തൊട്ടടുത്ത ജില്ലയിലേക്ക് ഒന്ന് പോയിട്ട് പിന്നെ തിരികെ വരാൻ ഒരു 5 മണിക്കൂർ ചാർജ് ചെയ്യാൻ കാത്തു നിൽക്കണം എന്ന് പറയുന്നത് ഒട്ടും പ്രാക്ടിക്കൽ അല്ല. ഇനി ഫാസ്റ്റ് ചാർജിങ് ചെയ്യാമെന്ന് കരുതിയാലും അതിന്റെ അവൈലബിലിറ്റി എത്രയുണ്ട്? പെട്രോൾ പമ്പ് പോലെ നമ്മുടെ സൗകര്യത്തിന് ഒരെണ്ണം കിട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. ഇനി ഒരു ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻ ഉണ്ടെങ്കിൽ തന്നെ ആ 1-1.5-2 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ആ സമയം വേസ്റ്റ് ആവുകയല്ലേ. നേരത്തെ പറഞ്ഞ പോലെ അവിടെ നമുക്കൊന്ന് ഇരിക്കാൻ പോലും സൗകര്യം ഉണ്ടാവില്ല. പകരം പെട്രോൾ സ്കൂട്ടർ ആണെങ്കിൽ വഴിയിൽ കാണുന്ന ഏതെങ്കിലും ഒരു പമ്പിൽ കയറുന്നു, 2 മിനിറ്റ് പെട്രോൾ അടിക്കുന്നു, നമ്മളെ വഴിക്ക് പോകുന്നു.
പിന്നെ അടുത്ത ജില്ല അല്ലെങ്കിൽ സിറ്റിയിലോട്ടൊന്നും സ്കൂട്ടറും കൊണ്ട് ഞാൻ പോകാനൊരു സാധ്യതയില്ല എന്ന് നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാവും. എങ്കിൽ ഇത് നിങ്ങൾക്ക് വിടാം. ട്രിവാൻഡ്രത്തെ മനോഹരമായ പ്ലേസ് ആണ് പൊന്മുടി. ഇവിടെയുള്ള മിക്കവരും സ്കൂട്ടറിലും ബൈക്കിലും കാറിലും ഒക്കെ സമയം കിട്ടുമ്പോൾ ഒക്കെ പോകുന്ന സ്ഥലം. 22 ഹെയർ പിൻ വളവുകളായിട്ട് നമ്മൾ ത്രില്ലടിപ്പിക്കും അങ്ങോട്ടുള്ള യാത്ര. സിറ്റിയിൽ നിന്ന് 55 കിലോമീറ്റർ ആണ് ദൂരം. അപ്പ് ആൻഡ് ഡൗൺ 110 കിലോമീറ്റർ. ഒരു സാധാരണ EV സ്കൂട്ടറും കൊണ്ട് ഒറ്റ ചാർജിൽ അവിടെ പോയിട്ട് വരാൻ കഴിയുമോ? ജില്ലയ്ക്കകത്തുള്ള സ്ഥലമാണ്. iQube 2 ലക്ഷം രൂപയ്ക്ക് വാങ്ങുന്ന വണ്ടി കുറച്ച് ഇക്കോ മോഡലും കൂടി ഓടിച്ചിട്ട് ഒപ്പിക്കാമെന്ന് തോന്നുന്നു. ഇങ്ങനെ എല്ലാ ജില്ലകളിലും ഉണ്ടാവും നമ്മൾ സ്കൂട്ടറും കൊണ്ട് പോകാൻ ഇടയുള്ള സ്ഥലങ്ങൾ. നമുക്ക് അടുത്തെന്ന് തോന്നുന്ന ഈ സ്ഥലങ്ങൾ EVയുടെ റേഞ്ച് വെച്ച് ചിന്തിക്കുമ്പോൾ ഒത്തിരി അകലെയായി തോന്നും. വാഹനം എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കണം എന്നതാണ് എന്റെ ഒരു പക്ഷം. നമ്മൾ പോകാൻ റെഡിയാകുമ്പോൾ നമ്മുടെ വണ്ടി നമുക്കൊപ്പം റെഡി ആയിരിക്കണം. അവിടെ 1.5 മണിക്കൂറിനും 5 മണിക്കൂറിനും ഒന്നും സ്ഥാനമില്ല. ഇല്ലായിരുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനല്ല, അല്ലെങ്കിൽ ഉണ്ടായിരുന്നത് കൂട്ടാനല്ല ഈ വീഡിയോ ചെയ്യുന്നത്. ആര് EV സ്കൂട്ടർ വാങ്ങരുത്, ആര് വാങ്ങണം എന്നതിലൊരു ക്ലാരിറ്റി വേണം. നിങ്ങളിപ്പോൾ ഒരു സ്കൂട്ടർ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അത് തീരുമാനിക്കാൻ എളുപ്പമാണ്. ആ സ്കൂട്ടറിൽ ഇതുവരെ നിങ്ങൾ ഇത്തരത്തിലുള്ള ചെറിയ ദൂരങ്ങളിലേക്കെങ്കിലും പോയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. ഇന്നുവരെ പോയിട്ടില്ലെങ്കിൽ ഇനിയും പോകാൻ ചാൻസ് കുറവാണ്. അങ്ങനെ പോകാൻ നിങ്ങളുടെ കയ്യിൽ വേറെ വാഹനം ഉണ്ടാവും, ബൈക്കോ കാറോ. അല്ലെങ്കിൽ ചെറിയ ദൂരത്തിന് പോലും പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്ന ആളായിരിക്കും നിങ്ങൾ. എങ്കിൽ ധൈര്യമായിട്ട് EV സ്കൂട്ടർ എടുക്കാം. 50 കിലോമീറ്ററിനുള്ളിലുള്ള റൗണ്ട് ട്രിപ്പുകൾ ധൈര്യമായിട്ട് ചെയ്യാം. രാത്രി വീട്ടിൽ ചാർജ് ചെയ്യാം. പക്ഷെ നോർമൽ വീട് തന്നെ ആയിരിക്കണം. ഫ്ലാറ്റ് ആണെങ്കിൽ പെടും. കാരണം പല ഫ്ലാറ്റുകളുടെയും പാർക്കിംഗ് ഏരിയയിൽ പ്ലഗ് പോയിന്റ് വെച്ചിട്ടില്ല. അതിന് അവരുടേതായ പ്രാക്ടിക്കൽ കാരണങ്ങളുണ്ട്. അപ്പോൾ രാത്രി ചാർജിങ് നടത്താൻ സൗകര്യമുണ്ടോ എന്നുകൂടി ചിന്തിക്കണം EV വാങ്ങും മുമ്പ്. വീണ്ടും യൂസേജിന്റെ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ഉപയോഗിക്കുന്ന സ്കൂട്ടറിൽ നേരത്തെ പറഞ്ഞ പോലെ ദൂരസ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട്, ഇടയ്ക്കൊക്കെ പോകുന്ന ആളാണ് എങ്കിൽ ആ ദൂരം എത്രയെന്ന് നോക്കുക. നോർമൽ മോഡില് ആ ദൂരം പോയി വരാനുള്ള റേഞ്ചുള്ള EV വാങ്ങുക. ഇവിടെ വില വലിയൊരു വിഷയമാണ്. ഒരു നോർമൽ പെട്രോൾ സ്കൂട്ടറിന്റെ വിലയുടെ ഇരട്ടിയാണ് നോർമൽ മോഡില് 100 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്ന EV സ്കൂട്ടറിന്റെ വില. ഈ 100 കിലോമീറ്റർ കൂടുതൽ ഒരു ദിവസം ഓടാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഇലക്ട്രിക് സ്കൂട്ടർ എന്ന ചിന്ത തന്നെ വിട്ടേക്കുക. നിങ്ങൾക്ക് ചേർന്നത് പെട്രോൾ സ്കൂട്ടറാണ്. അല്ലെങ്കിൽ പിന്നെ സ്കൂട്ടറിൽ ഇടയ്ക്കുള്ള ദൂരയാത്രകൾ വേണ്ട എന്ന് വെക്കുക. പകരം കയ്യിലൊരു പെട്രോൾ ബൈക്ക് ഉണ്ടെങ്കിൽ അതിൽ അത്തരം കാര്യങ്ങൾ നടത്താം എന്ന് തീരുമാനിക്കുക. മാക്സിമം 50-60 കിലോമീറ്ററിനുള്ളിൽ നിൽക്കുന്ന ഓട്ടങ്ങൾ മാത്രമായി സ്കൂട്ടറിന്റെ ഉപയോഗം നിയന്ത്രിക്കുക. എങ്കിൽ EV വാങ്ങാം. ഈ ബുദ്ധിമുട്ടുകളെല്ലാം മറികടന്ന് EV സ്കൂട്ടറിൽ ദൂരേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അവരോട് വലിയൊരു റെസ്പെക്ട് ഉണ്ട്. പക്ഷെ അത്രയും വലിയ ബുദ്ധിമുട്ടൊക്കെ എടുക്കാൻ എല്ലാവർക്കും കഴിയില്ല. അതിന് ആവശ്യമില്ല. ദൂരം കൂടുതൽ എന്ന പോലെ തന്നെ വളരെ കുറച്ച് മാത്രം ഓട്ടമുള്ള സാഹചര്യങ്ങളിലും EV പ്രാക്ടിക്കൽ അല്ല എന്ന് നമ്മുടെ കണക്കിൽ കണ്ടു. ഒരു 200 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് മാസത്തിലുള്ള നിങ്ങളുടെ സ്കൂട്ടറിന്റെ ഓട്ടമെങ്കിൽ പെട്രോൾ സ്കൂട്ടറാണ് ലാഭം. അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലാരിറ്റി വന്നില്ലേ? ഇപ്പോൾ ഇനി നിങ്ങളുടെ സമയമാണ്. ശരിയായ തീരുമാനം ചിന്തിച്ചെടുക്കാനുള്ള സമയം. വീഡിയോ കണ്ടതിൽ നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.